ദുരന്തത്തിൽ ഏറെ ദുഃഖം പേറേണ്ടി വന്ന ഒരിടം കാസർഗോഡ് ജില്ലയാണ്. നമുക്കറിയാം, ചേർക്കള, തൃക്കരിപ്പൂർ ഈ രണ്ടിടങ്ങളിൽ നിന്നും രണ്ടുപേരുടെ മരണം തുടക്കത്തിൽ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. KV ബൈജു ഇന്നലെ തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചതാണ്. ബൈജു വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ദുരന്ത വാർത്തയിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത് ആ കുഞ്ഞിക്കേളുവിൻ്റെ ബന്ധുവിൻ്റെ പ്രതികരണമാണ്. അവരൊക്കെ ആ ഒരു വലിയ ഞെട്ടലിലാണ് നിൽക്കുന്നത്. അതിനുമപ്പുറം എന്താണ് അവിടുത്തെ സാഹചര്യം? കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ സംശയമോ എന്തെങ്കിലും ഉണ്ടോ? അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ ബൈജു? സജിത്തെ, അത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത്. കാസർഗോഡ് ജില്ലക്കാരായ കൂടുതൽ പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇതിനിയും കൈവരാനുണ്ട്. ഏതായാലും നിലവിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ചെങ്കളയിലെ രഞ്ജിത്ത്, ഒപ്പം തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ കുഞ്ഞിക്കേളു. ഈ രഞ്ജിത്ത് 10 വർഷമായി ഈ കുവൈത്തിലെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. 1.5 വർഷം മുമ്പാണ് സ്വന്തമായി പണിത വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായി രഞ്ജിത്ത് നാട്ടിലേക്ക് വന്നിരുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിക്കേളു കഴിഞ്ഞ 25 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ ഇവരുടെ രഞ്ജിത്തിനൊക്കെ വളരെ പാവപ്പെട്ട കുടുംബമാണ്. പിതാവ് ഒരു കൂലി തൊഴിലാളിയാണ്. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന 2 കുടുംബത്തിലെ അത്താണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സങ്കടകരമായ വാർത്ത മറ്റേ തൃക്കരിപ്പൂരിൽ നിന്നും വരുന്നത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ്. നളിനാശൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഒളവറ സ്വദേശിയാണ്. ഇദ്ദേഹം 3ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയതാണ്. ഒരു വാട്ടർ ടാങ്കിലേക്ക് ചാടിയതാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് അരയ്ക്ക് താഴെ വലിയ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ നിന്നും കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നീലേശ്വരം സ്വദേശി മരിച്ചതായ ഒരു വിവരമുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതിൽ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ അത്തരം വിവരങ്ങൾ സ്ഥിരീകരണം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇന്നലെ മുതൽ കാസർഗോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ ഒരു ആശങ്ക ഇപ്പോഴും തീരുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. യെസ്, അതാണ് ബൈജു സൂചിപ്പിച്ചതാണ് സാഹചര്യം. അതായത് ഈ തീപിടുത്തം മൂലമുള്ളായ അപകടത്തിനപ്പുറം തീ പടർന്നു പിടിക്കുന്നു എന്ന് കണ്ടപ്പോൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടിയ നിരവധി പേരുണ്ട്. ഇവരിൽ പലർക്കും വലിയ ഫ്രാക്ചർ, വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരയ്ക്ക് താഴേക്ക് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇതിൽ ചിലരൊക്കെ മരണപ്പെട്ടു പോയി. ആ എടുത്തു ചാടിയ ആഘാതത്തിൽ മരണപ്പെട്ടു പോയി. ചിലരൊക്കെ പാതി ജീവനുമായി ജീവിക്കുന്നു. ഇങ്ങനെ അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം അവിടെയുണ്ട്. ഇപ്പോഴും